540ഓളം പരിപാടികൾ, 100 ദിവസം, 20 ദിവസത്തിലൊരിക്കൽ എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം പരിശോധന, ഇവാലുവേഷൻ, മോണിറ്ററിങ് കണ്ടിന്യൂസ് മോണിറ്ററിങ് ഉണ്ട്. ഇവാലുവേഷൻ 5 പ്രാവശ്യം ഇവാലുവേഷൻ നടത്തും. 541 പ്രോജക്റ്റുകളാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇന്നലെ മുതൽ ജൂലൈ 1 മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആകുമ്പോൾ 90 ദിവസമാകും. പിന്നെ ഒക്ടോബർ 10 വരെ ചിലപ്പോൾ കണ്ടേക്കാം. അങ്ങനെ 100 ദിവസത്തെ കർമ്മ പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ 541 പരിപാടിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. 20 ദിവസത്തിലൊരിക്കൽ ഇത് മോണിറ്റർ ചെയ്യുന്ന എന്നും മോണിറ്റർ ചെയ്യും. 20 ദിവസത്തിലൊരിക്കൽ ഇവാലുവേഷൻ നടത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഡിജിറ്റൽ സംവിധാനത്തിലുള്ള പ്ലാറ്റ്ഫോം ഇതിനുവേണ്ടി തയ്യാറാവുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി ഈ ബഡ്ജറ്റിൻ്റെ ഗ്രേസ് കളയാൻ പ്രതിപക്ഷത്തിനൊപ്പം ചിലർ കൂടിയെന്നും UDFിലെ വിമർശകരെയും ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ചില ആളുകളൊക്കെ ഒന്നിച്ചു കൂടി സർക്കാരിനെതിരെ തന്നെ, സർക്കാരിനെ അനുകൂലിക്കേണ്ടവരും സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള വാദമൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും തൽക്കാലം വിവാദങ്ങൾക്കെല്ലാം വിട പറഞ്ഞിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഘടന ഉൾപ്പെടുത്തിയ ധനബില്ല് നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ തള്ളി. ഭരണമുന്നണിയിലെ ആശങ്ക നേരിടാൻ ധനബില്ലിലെ 3, 5 വകുപ്പുകളിൽ മദ്യത്തിൻ്റെ നികുതി നിരക്ക് നടപ്പാക്കാൻ പ്രത്യേക വിജ്ഞാപനം ഇറക്കണമെന്ന വ്യവസ്ഥ എഴുതി ചേർത്തു. ഈ വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ സഭ ബഹിഷ്കരിച്ചിരുന്നു. എന്തായാലും ആ വിഷയം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ നികുതിയാണ് കേരളത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു, സ്വാഭാവികമായിട്ട് വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്തിൽ വിൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് UDF ആണ്, അല്ലാതെ അത് ഗവൺമെൻറ് അല്ല. UDFിൻ്റെ ഒരു നയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ മാത്രമല്ല, കേരളത്തിലാകെ മദ്യനയം ചർച്ച ചെയ്യാം. വിൽക്കേണ്ട എന്ന് UDF തീരുമാനിച്ചാൽ വിൽക്കില്ല. മറിച്ച് വിൽക്കാനാണ് തീരുമാനമെങ്കിൽ അപ്പോൾ ചുമത്തേണ്ട നികുതി നിശ്ചയിക്കുക മാത്രമാണ്. ധനബില്ലിലൂടെയും ബഡ്ജറ്റിലൂടെയും നടപടിക്രമങ്ങൾ എന്ന നിലയിൽ എക്സൈസ് വകുപ്പിൻ്റെയും ബെഫ്കോയുടെയും നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. UDF അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാർ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ബിവറേജസ് കോർപ്പറേഷനും എക്സൈസ് വകുപ്പും സർക്കാരിൻ്റെയും UDFിൻ്റെയും തീരുമാനമനുസരിച്ച് ഉത്തരവിറക്കിയാൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരൂ. അല്ല ധനബില്ല് പാസ്സാക്കി എന്ന് വിചാരിച്ചിട്ട് ഇത് പ്രാബല്യത്തിൽ വരില്ല എന്നാണ് പറയുന്നത്. വിഷയത്തിൽ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കിയതാണ്. ബഡ്ജറ്റിൻ്റെ ഗ്രേസ് കളയാൻ പ്രതിപക്ഷത്തോടൊപ്പം ചിലരും കൂടിയെന്നും UDFിലെ വിമർശകരെയും ലക്ഷ്യമിട്ട് കൊണ്ട് ആര് പറഞ്ഞു? മുഖ്യമന്ത്രി ശക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി നിർദ്ദേശം ബഡ്ജറ്റിലുള്ളതാണ്. ബഡ്ജറ്റിലെ നികുതി നിർദ്ദേശം ധനബില്ലിൽ വരുമെന്ന് അറിയാത്ത ആളാണോ 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയനെന്നും VD സതീശൻ ചോദിച്ചു. ധനബില്ലിൽ ഒളിച്ചു കടത്തിയല്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇടത് ഭരണകാലത്തെ ഫയൽ കുറിപ്പുകൾ സഭയിൽ വായിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയതാണ്. ഈ ഗവൺമെൻറ് കാലത്ത് പ്രോസസ്സ് പൂർത്തിയായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വീര്യം കുറഞ്ഞ മദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വ്യക്തിപരമായി ചോദിച്ചാൽ വീര്യം കൂടിയ മദ്യം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വീര്യം കുറഞ്ഞ മദ്യം കുടിക്കുന്നതാണ്. ആളുകൾ എന്തായാലും മദ്യം കുടിക്കുന്നു. അതെങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ ചോദ്യം. ജനങ്ങൾ മദ്യം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരോട് എത്ര പറഞ്ഞാലും അവരത് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് യുവതലമുറയൊക്കെ മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞാൽ അവർ മയക്കുമരുന്നിലേക്ക് പോകും. മയക്കുമരുന്ന് കഴിക്കരുതെന്ന് പറഞ്ഞാൽ സിഗരറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ കഞ്ചാവിലേക്ക്, എന്തെങ്കിലും ഒരു ലഹരിയിലേക്കാണ് മനുഷ്യ സമൂഹം പോകുന്നത്. അത് ലോകത്താകെയുള്ളൊരു മാസ് സൈക്കോളജിയാണ്. അപ്പോൾ അതിനെതിരെയുള്ള വലിയ വിദ്യാഭ്യാസവും ബഹുജന വിദ്യാഭ്യാസവും ഒക്കെ നടക്കണം. അവിടെ മതവിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. അപ്പോൾ മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഹിന്ദു മതത്തിലൊന്നും ഈ വീഞ്ഞും വൈനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലാതെ മദ്യം സീരിയസ് ആയി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മതചിന്തകരും ഒക്കെ ഇടപെട്ടാൽ നന്നായിരുന്നു. ഇപ്പോൾ സമസ്ത പോലുള്ള ആളുകളൊക്കെ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും വളരെ വലിയ തോതിലാണ് ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മദ്യത്തിൻ്റെ വിൽപ്പനയിൽ വലിയ ഒരു കുതിപ്പ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറയ്ക്കുമ്പോൾ. പക്ഷേ ടാക്സ് കുറയ്ക്കണമെന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് ഉള്ളത് കേരളത്തിലാണ്. അത് കുറയ്ക്കണം എന്നുള്ളതാണ് ഒരു ഡിമാൻഡ്. അത് കുറയ്ക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ UDF തീരുമാനിക്കണം. UDFിനകത്ത് ചർച്ചയ്ക്ക് വെച്ച് UDF തീരുമാനിച്ചാൽ വേണമെങ്കിൽ ജനകീയ ചർച്ചയുമാകാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി വച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായി നമുക്ക് മദ്യത്തിൻ്റെ ചർച്ചകൾ സമൂഹത്തിൽ കേൾക്കാൻ കഴിയും.